വലിയ ദുരന്തമാണ്, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ബോയിങ് 787 എന്ന വിമാനമാണ്, ലണ്ടനിലേക്കുള്ള വിമാനമാണ് പറന്നുയരുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. വിമാനത്താവളത്തിലെ സർവ്വസന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നു. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായി വിമാനത്തിന് തീപിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് പുതിയ വിവരങ്ങൾ, എന്താണ് ലഭ്യമാകുന്നത്? ശ്രീനാഥ്, സമീപകാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി ഇപ്പോൾ അഹമ്മദാബാദിലെ ദുരന്തം മാറുകയാണ്. അതിൽ എത്ര പേർക്ക് അപകടം പറ്റി, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ സ്ഥലത്തേക്ക് 7 ഫയർ എഞ്ചിനുകളെങ്കിലും എത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലടക്കം ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ പ്രാഥമികമായി നടത്തേണ്ട രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ ആ മേഖലയിൽ പുരോഗമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അപകടം ഉണ്ടാവുന്നത് മേഘ്നി നഗറിലെ ഫോറൻസിക് ക്രോസ് റോഡിലാണ്. അതായത് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ലണ്ടനിലേക്ക്, അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ബോയിങ് വിമാനം, എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 240-ലേറെ യാത്രക്കാർ, ഈ ക്രൂ മെമ്പേഴ്സ് അടക്കം 250ഓളം പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ തന്നെ അത് താഴേക്ക് പതിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ മേഘ്നി നഗറിലാണ് ഇപ്പോൾ വിമാനം തകർന്നു വീണത്. ഇതിൻ്റെ തുടക്കത്തിൽ ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ ഒരു സ്ഫോടനം നടന്ന കണക്കെയുള്ള തീനാളവും പുകയും ഒക്കെ ആ മേഖലയിൽ നിന്ന് ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യത്തിനുള്ള ശ്രമമാണ്. എയർ ഇന്ത്യ വിമാനമാണ് തകർന്നത് എന്നത് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. 250ഓളം യാത്രക്കാരെങ്കിലും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതും വിവരമുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ന കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ അന്വേഷണം നടക്കേണ്ട ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യം നടത്തുകയാണ്. പരമാവധി പേരെ, ആ യാത്രക്കാരടക്കമുള്ള പരമാവധി പേരെ രക്ഷിച്ചു. വിമാനത്താവളത്തിന്റെ ഏരിയക്കകത്ത് തന്നെയാണോ തകർന്നു വീണത്? അത് ഈ അല്പം മാറിയാൽ അത് ജനവാസ മേഖലയൊക്കെ ആയിരിക്കുമല്ലോ. ഇത് വിമാനത്താവളത്തിന്റെ അകത്തെ ഏരിയയിൽ തന്നെയാണോ ഇത് തകർന്നു വീണിരിക്കുന്നത്? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത് ശ്രീനാഥ്? ആ വിമാനത്താവളത്തിൻ്റെ ബൗണ്ടറി, അതിൻ്റെ അതിർവരമ്പ് കടന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അപകടം നടന്ന കൃത്യസ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഫോറൻസിക് ക്രോസ് റോഡ് ആണ്. അതായത് മേഘ്നി നഗർ എന്നത് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയുള്ള ഈ റോഡിൻ്റെ പരിസരത്തേക്കാണ് തകർന്നു വീണത്. ഈ വിമാനം തകർന്നു വീണത് ആൾ താമസമുള്ള ഒരു ജനവാസ മേഖലയിലേക്കാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എയർ ഇന്ത്യയുടെ വിമാനമാണ്. ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ അപകടത്തിൽപ്പെട്ടു എന്നതാണ്. ഇതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്നത് ഇനി വരും നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ സമീപകാലത്ത്, ഈ കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് ഇത്തരമൊരു വിമാന അപകടങ്ങളൊന്നും തന്നെ, യാത്രാ വിമാനങ്ങൾ ഈ തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സമീപകാലത്തുണ്ടായ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതായാലും രക്ഷാദൗത്യത്തിന് പരമാവധി പേരെ ജീവനോടെ തന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ. പോലീസ് ഇപ്പോൾ ഈ സംഭവം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും അവിടേക്ക് വലിയ പോലീസ് സംവിധാനങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസ് തന്നെയാണ് ഇപ്പോൾ ലണ്ടനിലേക്ക് പറന്നുയർന്ന ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്, എയർ ഇന്ത്യയുടെ ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരം നമുക്ക് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം പോർബന്തറിൽ ഈ സമാന രീതിയിൽ ഒരു സൈനിക കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയ വിമാനം തകർന്നു വീണ സംഭവമൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വലിയ തോതിൽ ഒരു യാത്രാ വിമാനം തകർന്നു വീഴുന്നത് അത് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഇപ്പോൾ അഹമ്മദാബാദിൽ സംഭവിച്ചു എന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു തീഗോളം കണക്കെ അത് വിമാനം അവിടെ കത്തുന്നതും അതിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉയരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുന്നു. സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ആ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. വലിയ രീതിയിൽ കറുത്ത പുക ആ മേഖലയിലാകെ പടരുന്നുണ്ട്. വിമാനം കത്തിയിട്ടുണ്ട്. പ്രധാനമായി അറിയേണ്ടത് യാത്രക്കാർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. യാത്രക്കാരെ എത്രത്തോളം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് യാത്രാ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 242 യാത്രക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ലണ്ടനിലേക്ക് പറന്നുയരുന്നതിനിടയിൽ തന്നെയാണ്, വളരെ നിമിഷങ്ങൾക്കകം തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനത്താവളത്തിൻ്റെ ബൗണ്ടറി കടന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ജനവാസ മേഖലയൊക്കെയാണ്. വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ രക്ഷാപ്രവർത്തകരടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങൾ, അടിയന്തര ഘട്ടത്തിൽ ഇടപെടേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്.
ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വിമാനം തകർന്നു വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. യാത്രക്കാരുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. 7 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരും എന്ന് മനസ്സിലാക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീനാഥ്, പുതിയ വിവരങ്ങൾ ശ്രീനാഥ്. ഏതായാലും ഇപ്പോൾ ഇതിന്റെ ഒരു ഗൗരവം കേന്ദ്ര സർക്കാർ അടക്കം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ കാര്യത്തിൽ വിവരങ്ങൾ തേടുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NDRF അടക്കമുള്ള സംവിധാനങ്ങളെ ഒരുപക്ഷെ അവിടേക്ക് മൊബിലൈസ് ചെയ്യാൻ, അവിടേക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ആ തരത്തിൽ ഒരു വലിയ രക്ഷാദൗത്യം തന്നെ നടത്തേണ്ടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വിമാനം വന്ന് പതിച്ച മേഖല അത് ജനവാസ മേഖലയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ വിമാനമാണ്, എയർ ഇന്ത്യക്ക് വേണ്ടി പറക്കുന്ന വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 242 യാത്രക്കാരെങ്കിലും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം വരുന്നു. ഈ വിമാനത്തിന് യഥാർത്ഥത്തിൽ ഏതാണ്ട് 250-ലേറെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ബോയിങ് വിമാനം. സമീപകാലത്ത് ബോയിങ്ങിൻ്റെ ഏതെങ്കിലും വിമാനം അപകടത്തിൽപ്പെട്ടതായി സമീപകാലത്ത് നമുക്ക് അത്തരം റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ല. ഏതായാലും വലിയൊരു ദുരന്തം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിടെ ഏതായാലും ഒരു കൺട്രോൾ റൂം തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഗാന്ധിനഗറിൽ ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ കൂടി നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. NDRFന്റെ അടക്കം സേനയെ അങ്ങോട്ട് വിന്യസിക്കാനും രക്ഷാദൗത്യം കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള ശ്രമം ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ ഫയർ എഞ്ചിനുകൾ 7 ഫയർ എഞ്ചിനുകളെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഫയർ എഞ്ചിനും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് ഏറെ അകലെയല്ല, നമുക്ക് റൺവേയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമാണ്. മറ്റു വിമാനങ്ങൾ റൺവേയുടെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ കുറച്ചകലെയായി ഈ വിമാനം തകർന്നതിൻ്റെ തീയും പുകയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് റൺവേയിൽ നിന്ന് വിമാനത്താവളത്തിനകത്ത് നിന്ന് ഏറെ അകലെയല്ലാത്തൊരു മേഖലയിലാണ് ഈ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണിട്ടുള്ളത്. ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ തകർന്നു വീണു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും രക്ഷാദൗത്യമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അവിടെ നിന്നുള്ള അതായത് ഈ അപകടം നടന്ന മേഖലയിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പോലീസ് ഏതായാലും അവിടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യത്തിന് പ്രാഥമികമായ തയ്യാറെടുപ്പ് നടത്തും. സമീപത്തെ ആശുപത്രികളിൽ, അഹമ്മദാബാദിലെ ആശുപത്രികളിൽ ഏതായാലും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തും എന്ന കാര്യം ഉറപ്പാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ആ തരത്തിലുള്ള അറിയിപ്പുകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും 100-ലേറെ പേരെങ്കിലും അപകടത്തിൽപ്പെട്ടു എന്നതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ അത് 200 കടക്കും എന്നുള്ള സൂചനകളാണ്. 242 യാത്രക്കാരെങ്കിലും ഉണ്ടാകും എന്നൊരു വിവരമാണ് ഏവിയേഷൻ രംഗത്തുള്ളവർ നമ്മളോട് പങ്കുവെക്കുന്നത്. സാധാരണ ഈ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഈ വിമാനത്തിന്റെ ഒരു കപ്പാസിറ്റി ആ തരത്തിലാണ്. ഈ ക്യാബിൻ ക്രൂ അടക്കമുള്ള ആളുകൾ കൂടി ചേരുമ്പോൾ ഏതാണ്ട് 250ഓളം ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ പരമാവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ, ജീവനോടെ തന്നെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ശ്രമിക്കുന്നത്. ഏതായാലും പോലീസിന്റെ വലിയ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സംഘം എത്തിയിട്ടുണ്ട്. പോലീസ് കമ്മീഷണർ ഈ കാര്യത്തിൽ ഈ അപകടത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ സ്ഥിരീകരിച്ച് വിവരങ്ങൾ നമുക്ക് നൽകിയതുമാണ്. അതുകൊണ്ട് രക്ഷാദൗത്യം നടക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. NDRFനെ ഡിപ്ലോയ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പരമാവധി പേരെ ജീവനോടെ രക്ഷിക്കുക എന്നതിന് തന്നെയാണ് പ്രാഥമികമായ പരിഗണന, പ്രഥമ പരിഗണന. എങ്ങനെ അപകടമുണ്ടായി എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ പിന്നീട് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. പറന്നു വരുന്നതിന് തൊട്ട് പിന്നാലെ വിമാനം തകർന്നു വീണു എന്നതാണ് ലഭിക്കുന്ന വിവരം. റിജിത്ത്.